പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന കൂട്ടുകാർക്കാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഫുഡ് സയൻസ് ഒക്കെ പഠിക്കാൻ വരുന്ന പുതിയ പിള്ളേർക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. നമ്മൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അരിയിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. പുതിയ പിള്ളേർ വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ വരും. അതിനകത്ത് ഏത് ബ്ലോക്കിലാണ് ക്ലാസ് ഉള്ളതെന്ന് പറയും. അപ്പം ഇവിടെ വന്നിട്ട് ബ്ലോക്ക് നോക്കി ക്ലാസ് കയറിയിരുന്നാൽ മതി. അപ്പോൾ വീഡിയോ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ തീർച്ചയായിട്ടും കഴിയുന്നത്ര നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മൈറേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിടയ്ക്ക് യൂണിവേഴ്സിറ്റീൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പഠിക്കുന്നത് കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അന്നേരം ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ തന്നുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഫുഡ് സയൻസ് കോഴ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചിട്ടാണ്. കാരണം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇച്ചിരി പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുതിയ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് കാണാത്ത ചില കാഴ്ചകൾ കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നടന്ന് ഈ ഒരു ഗാർഡനിലൂടെയാണ് നടന്നിട്ട് പോകുന്നത്. അതും സിറ്റീൻ്റെ സെൻട്രലായിട്ട് ഒരുപാട് ഏക്കർ സ്ഥലത്ത് ഒരു ഗാർഡനാണ്. ഗാർഡൻ്റെ പേര് സോഫിയ ഗാർഡൻ എന്നാണ്. അപ്പം ഇതും പാസ് ചെയ്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ പറ്റും. അപ്പം നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കാർഡിഫിലുള്ള. ഇന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലൗഡി ക്ലൈമറ്റാണ്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. ഫ്രീ ആണോ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ മഴയില്ലാത്ത സമയത്ത് മാത്രം എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ജോഗിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ സൈക്കിൾ റൈഡിങ്ങും പിന്നെ ഫുൾ ടൈം ഇവർ പെറ്റ്സിനെ ഇങ്ങനെ ഈ ഗാർഡനിൽ കളിപ്പിച്ചുകൊണ്ട് നടക്കും. നല്ല രസം അത് കാണാനായിട്ട്. അപ്പം നമ്മളിതാ ഇങ്ങനെ സോഫിയ ഗാർഡനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കോടയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മുന്നില് ഒരാളുണ്ട്, ഒരു കരടിക്കുട്ടന്റെ പോലുള്ള. ചെരുപ്പൊക്കെ പോയോ? നൈസ് പെറ്റ്. Oh dear. Yo. Come on. Casper, sit. Casper, sit. Stay. Oh, nice. Yeah. Stay. 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 What's his name? Casper. Stay. Stay. Yeah. Oh, thank you. See you. Bye. Yeah, bye. ഉണ്ണീനൊക്കെ തട്ടി പറിച്ച് ചെരുപ്പ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പട്ടിയെ കാണുന്നത്. പക്ഷേ പട്ടിയില്ല, അവരുടെ പെറ്റ്. പട്ടിന്ന് പറയാൻ പാടില്ല. ഹലോ. ഈ വഴിയുണ്ടല്ലോ, ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡിൽ ഒരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു ചെറിയൊരു വാട്ടർഫാള്. ആ കാണുന്നതുണ്ടല്ലോ, അവിടെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. നമ്മുടെ സിറ്റി സെൻറ്ററിൻ്റെ ആ ഭാഗത്ത് കൂടെ പോകുന്ന പുഴ ഉണ്ടല്ലോ, അത് ഇതിലൂടെ ഒഴുകുന്നുണ്ട്. നമുക്ക് ഈ സോഫിയ ഗാർഡൻ്റെ വേറൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും സമ്മർ സീസണിൽ ഇതൊക്കെ നല്ല പൂത്തെളിഞ്ഞിരിക്കുന്നുണ്ടാവില്ലേ, നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിന്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി. നമ്മളിങ്ങനെ ഗാർഡൻ വഴി വന്നപ്പോൾ പുതിയൊരു വഴിയും പഠിച്ചു. പുതിയൊരു വഴി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പോൾ നടന്ന് യൂണിവേഴ്സിറ്റിയിലെത്തി. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പിന്നെ എന്താണ് എൻ്റെ കോഴ്സിനെ കുറിച്ച് ഇച്ചിരി എന്താ പറയുക ഡീറ്റെയിൽസ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് 2 ക്യാമ്പസ് ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു യൂണിവേഴ്സിറ്റിയെ കുറിച്ച്. ലാൻഡ് ഓഫ് ക്യാമ്പസ് ഉണ്ട്, കനോഡ് ക്യാമ്പസും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലാൻഡ് ഓഫ് ക്യാമ്പസിലാണ്. അപ്പം ഇതിനകത്തുള്ള ഫുഡ് സയൻസിലാണ് ഞാൻ പഠിക്കുന്നത്.
നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 2 ഇയറും ഉണ്ട് 1 ഇയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് MSc എടുക്കാൻ വരുന്ന പിള്ളേരുണ്ട്. നാട്ടിൽ ഡിഗ്രി കഴിഞ്ഞ് MSc എടുക്കാൻ വരുമ്പോൾ നമുക്ക് 2 ഇയർ കോഴ്സ് 2 ഇയർ MSc ഫുഡ് സയൻസ് എടുക്കാം. അല്ല, ഓൾറെഡി നാട്ടിലൊരു MSc കഴിഞ്ഞിട്ട് വന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ എടുത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ മാസ്റ്റേഴ്സ് കഴിഞ്ഞുമല്ലോ, അപ്പോൾ നമുക്ക് ഒരു 1 ഇയർ MSc എടുത്താൽ മതി. ഞാൻ നാട്ടിൽ MSc ബയോടെക്നോളജി കഴിഞ്ഞതാണ്. ഇപ്പം ഞാനിവിടെ 1 ഇയർ ഫുഡ് സയൻസ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലൊരു ഓൾമോസ്റ്റ് 200 പിള്ളേരുണ്ട്. ഓൾമോസ്റ്റ് മലയാളീസാണ്, ഇന്ത്യൻസ് ഒത്തിരി ഉണ്ട്, അല്ലാത്ത കൺട്രീസിൽ നിന്നുള്ള പിള്ളേരും ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റിയാണ്. കാർഡിഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി. അപ്പം അതിനകത്ത് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 ഇയർ കോഴ്സും ഉണ്ട് 2 ഇയർ കോഴ്സും ഉണ്ട്. BSc കഴിഞ്ഞ് വരുന്നവർക്ക് 2 ഇയർ എടുക്കാം. നാട്ടിൽ ഓൾറെഡി MSc കഴിഞ്ഞവർക്ക് 1 ഇയർ എടുക്കാം. അപ്പം ഞാനിവിടെ 1 ഇയറാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് നാട്ടിലുള്ളതുപോലെ ഒരൊറ്റ ക്ലാസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ക്ലാസ് അനുസരിച്ച് ഇങ്ങനെ ഓരോ ഹാളുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനകത്ത് ഞങ്ങൾക്ക് 2 സെമിസ്റ്ററാണുള്ളത്. ആദ്യത്തെ ഒരു സെമിസ്റ്റർ ഇപ്പം എനിക്ക് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെമിസ്റ്റർ ഇപ്പോൾ തുടങ്ങിയേ ഉള്ളൂ. ഈ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ആദ്യത്തെ ഒരു സെമിസ്റ്ററിൽ നമുക്കൊരു ഒരു സെമിസ്റ്റർ വെച്ചാൽ മിനിമം നമുക്ക് 4 സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുക, ഈ 4 സബ്ജക്റ്റിലും നമുക്ക് എക്സാംസ് കുറവാണ്. എക്സാംസ് ഇല്ല എന്നാണ് ഇതുവരെ പറഞ്ഞേക്കുന്നത്. നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് അസസ്മെൻറ്റ്സ് ആണുള്ളത്. അസൈൻമെൻറ്റ്സും പിന്നെ ഇതിനോടനുബന്ധിച്ച് ഡിസർട്ടേഷനും ഒക്കെയാണ് നമ്മളെ വിലയിരുത്തുന്നത് അതുവഴിയാണ്. നമുക്ക് ഓരോ സബ്ജക്റ്റിനും ഒരു 3-4 അസൈൻമെൻറ്റ്സ് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എല്ലാ അസൈൻമെൻറ്റ്സും ചെയ്യുന്നത്. നാട്ടിലെ പോലെ റിട്ടണൊന്നുമല്ല, ഒക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കമ്പ്യൂട്ടർ ഒന്ന് പാകപ്പെടുത്തിയിട്ട് വരിക. അതെ, അതായത് നമ്മുടെ വേർഡ്, എക്സൽ പോലുള്ള നമ്മുടെ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പഠിച്ചിട്ട് വരണം ഇങ്ങോട്ട് വരുമ്പം. കാരണം അതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അസസ്മെൻറ്റ്സുകൾ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് അസൈൻമെൻറ്റ്സുകൾ മുന്നേ കൂട്ടി തരും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആയിട്ട് തരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏതാണോ അവർ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ആ ഡേറ്റിന് അത് സബ്മിറ്റ് ചെയ്യാൻ പാകത്തിന് നമ്മളത് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്സ് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോബ്, പിന്നെ ബാക്കിയുള്ള നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളുടെ ഇടയിൽ ചില സമയത്ത് വർക്കും എല്ലാം കൂടി ആകുമ്പോഴേക്കും ചില സമയത്ത് നമുക്കിങ്ങനെ ഈ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും. അപ്പം അതൊക്കെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ഇവിടെ വന്ന് ചെയ്യേണ്ടത്. മാനേജ് ചെയ്ത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാം, എന്നാൽ മാത്രം നമുക്ക് രക്ഷയുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ ആദ്യം വരുമ്പോൾ നമ്മളിവിടെ എൻറോൾമെൻറ്റ് കഴിയും. എൻറോൾമെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മൾ കാർഡിഫിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മളുടെ സബ്ജക്റ്റിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, അതിനകത്തുള്ള അസൈൻമെൻറ്റ്സ്, അതിനകത്തുള്ള ലെക്ചേഴ്സ് എല്ലാം ആപ്പിനകത്ത് കിട്ടും. ഓക്കെ, അതായത് എല്ലാം PPT മോഡലിലാണ് ക്ലാസ് ഉണ്ടായിരിക്കുക, എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ അസൈൻമെൻറ്റ്സിനെ നമ്മളിവിടെ പറയുന്നത് വ്രിട്ട് അല്ലെങ്കിൽ പാച്ച് എന്നാണ്. അതന്നെ അങ്ങനെയാണ് നമ്മൾ വിളിക്കുക, വ്രിട്ട് അല്ലെങ്കിൽ പാച്ച്. വ്രിട്ട് 1, 2, 3, പാച്ച് 1, 2, 3 അങ്ങനെയാണ് നമ്മൾ ഈ അസൈൻമെൻറ്റ്സിനെ വിളിക്കുന്നത്. ആ ഒരു പേരിലാണ് നമ്മളിത് ചെയ്യുന്നതും. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമിസ്റ്ററിലേക്ക് കയറുന്ന സമയത്ത് നമ്മളടുത്ത് അവർ പാത്ത് വേ ചോദിക്കും. അതായത് നമുക്കിവിടെ 3 പാത്ത് വേ ഉണ്ട്. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പിന്നെ ബയോകെമിസ്ട്രി ഉണ്ട്, ഫുഡ് സേഫ്റ്റി ഉണ്ട്. ഇത് ഇൻ്റർവ്യൂവിന് തന്നെ ചോദിക്കാറുണ്ട്, ഏത് പാത്ത് വേ ആണ് നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പാത്ത് വേ നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന പാത്ത് വേ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആണ്. ഫുഡ് സേഫ്റ്റി, ബയോകെമിസ്ട്രി, പിന്നെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ആ 3 പാത്ത് വേയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫുഡ് സേഫ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് വേ സെലക്ട് ചെയ്യാം. പിന്നെ ഈ പാത്ത് വേ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മളെ സ്പ്ലിറ്റ് ചെയ്യും ക്ലാസ്. പിള്ളേരെ ഓരോ പാത്ത് വേ സെലക്ട് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിലേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ഇടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡിസർട്ടേഷനാണ്, അതായത് റിസർച്ച് പ്രോജക്റ്റ്.
അപ്പം അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ തുടക്കത്തിലെ ഡിസർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു 5 പിള്ളേർക്ക് മിനിമം 5 പിള്ളേർക്ക് അല്ലെങ്കിൽ 4 പിള്ളേർക്ക് ഒരു സബ്ജക്റ്റ് തരും. അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ്. അതിനൊരു സൂപ്പർവൈസറേയും അവർ അലോക്കേറ്റ് ചെയ്ത് തരും. ഈ സൂപ്പർവൈസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ആ റിസർച്ച് പ്രോജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ ജൂലൈ മന്തിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതും കൂടെ ആണ് നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ റിസർച്ച് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർവൈസേഴ്സുമായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് മീറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ ആ മീറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ പങ്കെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് മാർക്സ് ഉണ്ട്. നമ്മൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനൊക്കെ നമുക്ക് മാർക്സ് ഉണ്ട്. അപ്പോൾ അന്നേരം വർക്ക് ഉണ്ടെന്നൊന്നും പറഞ്ഞൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അവരെപ്പോഴാണോ മീറ്റിംഗ് പറയുന്നത് അന്നേരം നമ്മൾ മീറ്റിങ്ങിലൊക്കെ കയറണം. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ മാർക്സിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ നോക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് അസൈൻമെൻറ്റ്സ്, ഇങ്ങനെ ഷോർട്ട് കുഞ്ഞു അസൈൻമെൻറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കറക്റ്റ് സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.